ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളിയായിട്ടൊരു കരിമീൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നല്ലതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി. അപ്പോൾ നമുക്ക് ആദ്യം മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സൈഡിലായിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കുന്നുണ്ട്. മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നല്ലതുപോലെ ഇതിൻ്റെ അകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ വേറൊന്നുമില്ല, നമ്മുടെ മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അരപ്പ് 2 സൈഡിലും നല്ലതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ 2 മീനിലും നമ്മൾ മസാല തേച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ മസാല നമ്മൾ തേച്ച് കൊടുക്കുന്നില്ല. അതുകൊണ്ടിട്ടാണ് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും മസാല നമ്മൾ എടുത്തത്. ഇനി നമുക്കൊരു 20-25 മിനിറ്റെങ്കിലും ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിനെ മാറ്റാം ഒരു പ്ലേറ്റിലേക്ക്. അടുത്ത മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മീൻ ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന അരപ്പ് ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിനെ കോരിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ മീൻ വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തേക്ക് ഈ മൂപ്പിച്ചെടുത്ത മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായി, അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നമുക്ക് നാരങ്ങയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാല ഫ്രൈ ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. ആ മസാലയും നാരങ്ങ നീരും എല്ലാം കൂടെ ആയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.